പോയി. വാനരരാജാവിനെ കൊണ്ടുപോയതുകൊണ്ട് വാനരസൈന്യത്തെ പരാജയപ്പെടുത്തിയെന്നാണ് കുംഭകർണൻ അവകാശപ്പെട്ടത്. അപ്പോഴേക്കും ഹനുമാന് ബോധം തിരിച്ചുകിട്ടി, കാര്യങ്ങൾ തിരിഞ്ഞു മനസ്സിലായി. സുഗ്രീവൻ എവിടെയൊന്നുമില്ലെന്ന് അദ്ദേഹം മനസ്സിലാക്കി. അത്യശക്തനായ കുംഭകർണന്റെ ഭുജങ്ങൾക്കിടയിൽപ്പെട്ടു ഞെരുങ്ങിപ്പോയ സുഗ്രീവൻ ബോധം വന്നു. രാക്ഷസന്റെ പിടിയിൽ നിന്നും വഴുതിപ്പോരാൻ അദ്ദേഹം കിണഞ്ഞു ശ്രമിച്ചു. നിരാശനായി സുഗ്രീവനെ ഹനുമാൻ കണ്ടു. ഹനുമാൻ സഹായിക്കാനായി ഓടിച്ചെന്നു. ഒരു വിധത്തിൽ സുഗ്രീവൻ കുംഭകർണന്റെ മൂക്കും കാതും കടിച്ചെടുത്തു. അതിന്റെ ഫലമായി രാക്ഷസൻ ശ്വാസം കഴിക്കാൻ വിഷമം നേരിട്ടു. ഉടനെ ഒരു കൂട്ടം വാനരന്മാർ ജയ ജയ രാമ ജയ രാമ എന്നിങ്ങനെ ഉദ്ഘോഷിച്ചുകൊണ്ട് കുംഭകർണനെ വളഞ്ഞു. കല്ലും കുന്നും മരവും അവന്റെ മേൽ വർഷിച്ചു. കോപാന്ധനായ കുംഭകർണൻ വാനരന്മാരുടെ മേൽ ചാടി വീണു. കയ്യിൽ കിട്ടിയവയെല്ലാം വാരി വിഴുങ്ങി. വളരെപ്പേർ ചതഞ്ഞു മരിച്ചു. വാനരന്മാർ നാനാഭാഗത്തേക്കും പരിഭ്രാന്തരായി പാഞ്ഞു. ഇതുകണ്ട രാമൻ താൻ അടർക്കളത്തിലിറങ്ങേണ്ട സമയമായി എന്നും ഇനിയൊട്ടും വൈകിക്കൂടെന്നും തീരുമാനിച്ചു. ലക്ഷ്മണ, ഒരിക്കലും ഒഴിയാത്ത ആ ആവനാഴി കൊണ്ടുവരൂ. രാമന്റെ കൽപ്പന ശിരസാവഹിച്ചുകൊണ്ട് ലക്ഷ്മണൻ വേഗത്തിൽ ആവനാഴി കൊണ്ടുവന്നുകൊടുത്തു. കോദണ്ഡമെന്ന വില്ലും ധരിച്ച് രാമൻ ഇരയെക്കണ്ട സിംഹത്തെപ്പോലെ സമരഭൂമിയിലേക്ക് നടന്നു. ലക്ഷ്മണനും സുഗ്രീവനും ഹനുമാനും ജാംബവാനും രാമനെ അനുഗമിച്ചു. രാമന്റെ വില്ലിൽ നിന്നും ചിറകുള്ള സർപ്പങ്ങളെപ്പോലെ അസ്ത്രങ്ങൾ ശത്രുക്കളുടെ നേരെ പാഞ്ഞു. അവയെല്ലായിടത്തും പരന്നു. 4 ദിക്കുകളിലേക്കും കടന്നു. ശത്രുനിരയിലെ അനേകായിരം പേരെ രാമബാണങ്ങൾ കൊന്നൊടുക്കി. അമ്പുകളെ തടുത്തു നിർത്താനാവാതെ രാക്ഷസപ്പട തിരിഞ്ഞോടി. അസ്ത്രപ്രവാഹം ഒരിക്കലും നിലച്ചില്ല. അയക്കപ്പെട്ട ഓരോ അമ്പും അതിന്റെ പ്രവൃത്തി നിർവഹിച്ചു കഴിഞ്ഞാൽ തിരിച്ചും ആവനാഴിയിലെത്തിച്ചേരും. രാമൻ യുദ്ധത്തിനിറങ്ങിയറിഞ്ഞ കുംഭകർണൻ കോപാന്ധനായി മുറിവേറ്റ സിംഹത്തെപ്പോലെ ചാടിവീണു. വാനരന്മാർ അലറിക്കൊണ്ട് യുദ്ധമധ്യത്തിലേക്ക് ചാടിവീണു. പേടിച്ചോടി. മറ്റൊരു മാർഗവും പ്രയോജനകരമല്ലെന്നു കണ്ട രാമൻ കുംഭകർണനെ ലക്ഷ്യമാക്കി ഒരമ്പയച്ചു. അവന്റെ കൈകളും ചുമലും ഛേദിച്ചു. ഇന്ദ്രനാൽ പക്ഷം ഛേദിക്കപ്പെട്ട മന്ദരപർവ്വതം പോലെ രാക്ഷസൻ കാണപ്പെട്ടു. ആക്രോശം പുറപ്പെടുവിച്ചുകൊണ്ട് കുംഭകർണൻ രാമനോടടുത്തു. രാമൻ വില്ലിന്റെ ഞാൺ കാതുവരെ വലിച്ച് ഒരു കൂട്ടം അമ്പുകൾ രാക്ഷസന്റെ മുഖത്തേക്കയച്ചു. അവ മാരകമായി രാക്ഷസന്റെ മുഖത്തു മുഴുവൻ തറച്ചു. കുംഭകർണൻ 1 വട്ടം കറങ്ങി. പക്ഷെ വീണില്ല. ഉടൻ രാമൻ മറ്റൊരുമ്പു തൊടുത്തു. അത് കുംഭകർണന്റെ ശിരസ്സറുത്തു. തലയറ്റ രാക്ഷസന്റെ ശരീരം കുറേ ദൂരത്തോളം ഓട്ടി. രാമബാണം പിന്നെയും പാഞ്ഞു. അത് രാക്ഷസന്റെ ശരീരം 2 കഷണമാക്കി. പെട്ടെന്ന് കുംഭകർണന്റെ ശരീരത്തിൽ നിന്നും ഒരു തേജസ്സുയർന്നു രാമനെ സമീപിച്ചു. അദ്ദേഹത്തിൽ ലയിച്ചു. സാധനയോ ജപമോ തപമോ ചെയ്യാതെ ആ രാക്ഷസൻ അങ്ങനെ മോക്ഷം ലഭിച്ചു. ജീവിച്ചിരിക്കുമ്പോൾ അദ്ദേഹം അടർക്കളത്തിൽ അതുല്യമായ ഒരു വീരനായിരുന്നു. മരിച്ചപ്പോൾ ഈശ്വരനിൽ ലയിക്കുകയെന്ന പരമോന്നത സ്ഥിതിയിലുമെത്തി. വദനകമലത്തിൽ അല്പം ചില സ്വേദബിന്ദുക്കളുമായി രാമൻ പടക്കളത്തിൽ നിന്നു. യുദ്ധാവസരത്തിൽ കുംഭകർണന്റെ ശരീരത്തിൽ നിന്നും തെറിച്ച ശോണിതകണങ്ങൾ രാമന്റെ ശരീരത്തിൽ കാണുകയുണ്ടായി. അപ്പോൾ സന്ധ്യാസമയമായിരുന്നു. ക്ഷീണിതരായ ഇരുസൈന്യങ്ങളും താവളത്തിലേക്ക് മടങ്ങി. രാമന്റെ കാരുണ്യം വാനരന്മാരുടെ വീര്യം വർദ്ധിപ്പിച്ചു. ഉണക്കപ്പുല്ലിലിട്ട തീ പോലെ അവരുടെ ഉത്സാഹത്തള്ളലിന്റെ ജ്വാല മേലോട്ടുയർന്നു. ഓരോ നിമിഷവും രാക്ഷസന്മാരുടെ ശക്തി കുറഞ്ഞുവന്നു. ആശ്വസിപ്പിക്കാനാവാത്ത വിധം രാവണൻ വിലപിച്ചു. ശിരോമണി നഷ്ടപ്പെട്ട സർപ്പമായിത്തീർന്നു രാവണൻ. തന്റെ അനുജന്റെ അറുക്കപ്പെട്ട ശിരസിനെ നെഞ്ചോടമർത്തിപ്പിടിച്ചുകൊണ്ട് അദ്ദേഹം ഉച്ചത്തിൽ കരഞ്ഞു. പുത്രനായ മേഘനാഥൻ പല വഴിയിലും അദ്ദേഹത്തെ ആശ്വസിപ്പിക്കാൻ ശ്രമിച്ചു. നാളെ എന്റെ വീരപരാക്രമങ്ങൾ ഞാൻ അങ്ങയുടെ മുമ്പിൽ പ്രദർശിപ്പിക്കും. ഒരു നിമിഷം കൊണ്ട് ഈ വാനരപ്പടയെ ഞാൻ നശിപ്പിക്കും. ഇന്നങ്ങ് അനുഭവിക്കുന്ന ദുഃഖത്തിന് നാളെ ഞാൻ അങ്ങയെ 100 ഇരട്ടി സന്തോഷവാനാക്കും. അദ്ദേഹം വീമ്പിളക്കി. നേരം പുലർന്നു. വാനരന്മാരുടെയും രാക്ഷസന്മാരുടെയും സൈന്യം നഗരം വളഞ്ഞിരിക്കുകയാണെന്ന് ദൂതന്മാർ രാവണനെ അറിയിച്ചു. രാക്ഷസന്മാരിൽ അവശേഷിച്ച അജയ്യരായ വീരന്മാർ യുദ്ധത്തിൽ പ്രവേശിച്ചു. അവർ ശത്രുക്കളെ നേരിടാനായി പുറപ്പെട്ടു. എതിർത്ത എല്ലാവരോടും ശക്തിയുടെ അങ്ങേയറ്റം വരെ പ്രയോഗിച്ച് ഭീകരമായി ഏറ്റുമുട്ടി. ആ ദിവസം മുഴുവനും അതിഭീകരമായിരുന്നു. മേഘനാഥൻ തന്റെ ഐന്ദ്രജാലിക രഥത്തിൽ കയറി മേലോട്ടു കയറി. അദ്ദേഹത്തിന്റെ വെല്ലുവിളി ഗർജനം അവസാന നാളിലെ മേഘങ്ങൾക്കിടയിലെ ഗംഭീരഗർജനം പോലെ മുഴങ്ങി. അതിശക്തിയുള്ള ആ അടി പ്രതിധ്വനിച്ചപ്പോൾ ഭൂമി നടുങ്ങി. അതിന്റെ പ്രകമ്പനത്തിൽ വാനരന്മാരെ നിലംപതിപ്പിച്ചു. ഒരു നിമിഷത്തിനുള്ളിൽ അദ്ദേഹം ഒരു വ്യാജസീതയെ തേരിലിരുത്തിയിട്ട് രഥത്തോടുകൂടി രണഭൂമിയിലേക്കിറങ്ങിവന്നു. മറ്റാരും കാണുന്നതിനു മുമ്പായി ഹനുമാൻ ഇത് കണ്ടു. അദ്ദേഹത്തെ അഭിസംബോധന ചെയ്തുകൊണ്ട് മേഘനാഥൻ ഉറക്കെ പറഞ്ഞു, ഹനുമാൻ ശ്രദ്ധിക്കൂ, നിങ്ങളാരെ വീണ്ടെടുക്കുവാനാണോ ഈ യുദ്ധം ചെയ്യുന്നത്, ആ സീതയാണിത്. ഞാൻ ഈ നിമിഷത്തിൽ സീതയെ വധിക്കുകയാണ്. നോക്കൂ, സീതയുടെ അന്ത്യത്തോടെ ഈ യുദ്ധം അവസാനിക്കണം.
ഇങ്ങനെ പറഞ്ഞ് അദ്ദേഹം വാളൂരി വ്യാജസീതയെ കഷ്ണങ്ങളാക്കി ദൂരെ എറിഞ്ഞു. ഇതുകണ്ട് പ്രതികാരരോഷത്താൽ ഹനുമാൻ രാക്ഷസരെ സമൂലം നശിപ്പിക്കാനായി യുദ്ധം ചെയ്യാൻ വാനരന്മാരെയെല്ലാം ആഹ്വാനം ചെയ്തു. എതിർത്തു നിൽക്കാനാവാതെ രാക്ഷസന്മാർ നഗരത്തിലേക്ക് പിൻവാങ്ങി. ഹനുമാൻ രാമനെ സമീപിച്ച് മേഘനാഥൻ ചെയ്ത കഠിനകർമ്മത്തെ സംബന്ധിച്ച് അറിയിച്ചു. ഇത് കേട്ട ഉടനെ രാമൻ അതുകണ്ട് തന്നെയോ ബാധിച്ചതുപോലെ നടിച്ചു. രാക്ഷസന്മാരുടെ ജാലവിദ്യാപ്രയോഗത്തിന്റെ ഫലമായുള്ള വ്യാജസീതയാണെന്ന് രാമൻ അറിയാമായിരുന്നു. എന്നിട്ടും അദ്ദേഹം കേവലം മനുഷ്യനെപ്പോലെ അഭിനയിച്ചു. വാർത്ത കേട്ട് ലക്ഷ്മണനും നിരാശാനിഹതനായി. വിശ്വമാതാവിന്റെ നഷ്ടത്തിൽ അദ്ദേഹം അത്യന്തം ദുഃഖിച്ചു. ഇനി തുടർന്ന് ജീവിക്കേണ്ടതിന്റെ നിഷ്പ്രയോജനത്തെപ്പറ്റി ചിന്തിച്ച് അദ്ദേഹം വിഷണ്ണനായി. ഈ സംഭവം സംബന്ധിച്ച് കേട്ട വിഭീഷണൻ രാമന്റെ സന്നിധിയിലേക്ക് ഓടിയെത്തി. അദ്ദേഹം പറഞ്ഞു, സ്വാമി, അവിടുന്ന് ഇതിന്റെ സത്യം വളരെ അറിയൂ. ഈ സംഭവം തെറ്റിദ്ധരിപ്പിക്കാനുള്ളതാണ്. സീതയെ വളരെ കർശനമായി കാവൽക്കാർക്കിടയിൽ ഇരുത്തിയിട്ടുള്ള സ്ഥലത്തേക്ക് രാവണനു മാത്രമേ പ്രവേശന സ്വാതന്ത്ര്യമുള്ളൂ. മേഘനാഥൻ വ്യാജ സീതയെ നിർമ്മിച്ച് നമ്മെയെല്ലാം വഞ്ചിക്കേണ്ടതിലേക്ക് ദേവിയെ കൊല്ലുകയാണുണ്ടായത്. രാക്ഷസന്മാരായ ഞങ്ങളുടെ ഇടയിൽ അത് സാധാരണമാണ്. ആ നീചതന്ത്രങ്ങളിൽ അവർ എത്രമാത്രം അഘാതം കൊള്ളുമെന്നെനിക്കറിയാം. ഇതുകേട്ട് രാമലക്ഷ്മണന്മാർ വളരെ സന്തുഷ്ടരായി. രാക്ഷസന്മാരുടെ സ്വകാര്യതന്ത്രങ്ങളെ വെളിപ്പെടുത്തിയത് അവർ വിലയിരുത്തി. വിഭീഷണന്റെ പ്രസ്താവന സ്വീകരിക്കുന്നതിനും അതിനേക്കാൾ തന്റെ സംതൃപ്തിക്കുവേണ്ടിയും ഹനുമാൻ അത്യന്തസൂക്ഷ്മമായൊരു രൂപം സ്വീകരിച്ച് അദൃശ്യനായി ലങ്കാപുരിയിൽ പ്രവേശിച്ചു. സീതയെ കാവലിൽ വെച്ചിരുന്ന ഉദ്യാനത്തിലേക്ക് ചെന്നു. അവിടെ നിന്നും മടങ്ങിവന്ന് എല്ലാം ഭദ്രമാണെന്ന് വാനരന്മാർക്ക് ഉറപ്പുകൊടുത്തു. അതോടെ വാനരന്മാർക്ക് യുദ്ധത്തിൽ ഉത്സാഹം വർദ്ധിക്കുകയുണ്ടായി. മേഘനാഥൻ യുദ്ധഭൂമിയിലേക്ക് വേഗം തിരിച്ചുവന്നു. അദ്ദേഹം വാനരന്മാരുടെ നേരെ ഈ പ്രാവശ്യം അസ്ത്രങ്ങൾ മാത്രമല്ല, അയച്ചുകുന്തങ്ങൾ, ഗദകൾ, മഴുകൾ, ഉലക്കകൾ, വലിയ പാറക്കല്ലുകൾ എന്നിവയെല്ലാം അദ്ദേഹം ഉപയോഗിച്ചു. തങ്ങൾക്കു ചുറ്റും ഭീഷണങ്ങളായ ശബ്ദങ്ങളും ആജ്ഞകളും പ്രതിധ്വനിക്കുന്നതായി വാനരന്മാർ കേട്ടു. അടിക്കുക, പിടിക്കുക എന്നൊക്കെ. പക്ഷേ ആരാണവ അനുസരിക്കുന്നതെന്നോ അടിക്കുന്നതെന്നോ മുറുകെ പിടിക്കുന്നതെന്നോ കാണുവാൻ കഴിഞ്ഞില്ല. അവയുടെ ഇടയിൽ കുഴപ്പം പരത്തുന്ന ഭയാനകമായൊരു അനുഭവമായിരുന്നു അത്. എവിടെ നിന്നാണ് ആപത്ത് വരുന്നതെന്നും രക്ഷപ്പെടുവാനായി എവിടേക്കാണ് തിരിയേണ്ടതെന്നും അവർക്ക് തീരുമാനിക്കാൻ കഴിഞ്ഞില്ല. മഹാപരാക്രമികളായ നളൻ, നീലൻ, അംഗദൻ, ഹനുമാൻ തുടങ്ങിയവർ പോലും ഭയവിഹ്വലരായി. മേഘനാഥൻ ലക്ഷ്മണന്റെയും സുഗ്രീവന്റെയും വിഭീഷണന്റെയും നേരെ അസ്ത്രങ്ങളയച്ചു. അവരുടെ ശരീരം മുറിപ്പെട്ടു. പക്ഷേ അവർ അതൊന്നും കൂസാതെ കടുത്ത വിദ്വേഷത്തോടുകൂടി യുദ്ധം ചെയ്തു. ഇതിനിടയിൽ മേഘനാഥൻ രാമനുമായി യുദ്ധത്തിൽ ഏർപ്പെട്ടു. അദ്ദേഹം രാമനു നേരെ നാഗാസ്ത്രങ്ങളുപയോഗിച്ചു. അത് പ്രസിദ്ധമായ സർപ്പാസ്ത്രമായിരുന്നു. മനുഷ്യരൂപത്തിൽ വന്നിട്ടുള്ള ആ പരമനായ രാമൻ ബലനെയും ദൂഷ്ണനെയും അവരുടെ സൈന്യവ്യൂഹത്തെയും നശിപ്പിച്ച ആ മഹാവീരനായ രാമൻ നാഗാസ്ത്രം കൊണ്ട് ബന്ധിക്കപ്പെടുന്നതായി സ്വയം അനുവദിച്ചുകൊടുത്തു. ആ ദിവ്യായുധത്തെ വേണ്ട പോലെ ആദരിക്കുന്നതിനും അതിന്റെ ശക്തി പ്രദർശിപ്പിക്കുന്നതിനും സൗകര്യം കൊടുക്കുന്നതിനും തന്നെ ഉപദ്രവിക്കുന്നതിനും അനുവാദം നൽകി. ഇത് അസാധാരണമായി തോന്നാം. പക്ഷേ ഉപാധികളോടും ഗുണങ്ങളോടും പരിമിതികളോടും കൂടി അവതരിച്ചിട്ടുള്ള രാമന്റെ കഥയാണിത്. അതുകൊണ്ട് ചിന്ത, വാക്ക്, പ്രവൃത്തി ഇവയ്ക്ക് പരിമിതമായ ശക്തി മാത്രമുള്ളവർക്ക് ഈ സത്യം മനസ്സിലാക്കാൻ കഴിയുകയില്ല. രാമൻ നാഗാസ്ത്രം കൊണ്ട് കീഴടക്കപ്പെട്ടപ്പോൾ വാനരന്മാർ നിസ്സഹായരായി അസ്വസ്ഥരുമായി. മേഘനാഥൻ അമിതമായ ആനന്ദത്തോടുകൂടി വാനരന്മാർക്കിടയിലേക്ക് ഓടിച്ചെന്നു. ജാംബവാൻ അവനെ കണ്ടു. നീയോ ദുഷ്ടകീടമേ, നിൽക്കൂ! അദ്ദേഹം ആക്രോശിച്ചു. മേഘനാഥൻ അദ്ദേഹത്തെ തട്ടിമാറ്റി ഇങ്ങനെ പറഞ്ഞു, മാറിപ്പോകൂ. ശ്രദ്ധ അർഹിക്കാത്ത തരത്തിൽ അത്രയും വൃദ്ധനായിരുന്നതുകൊണ്ട് ഞാൻ ഇതുവരെ നിന്നെ അവഗണിച്ചതാണ്. ദൂരെ പോകൂ. അവനൊരു തൃശൂലം അദ്ദേഹത്തിന്റെ നേരെ എറിഞ്ഞു. ഭാഗ്യത്തിന് അത് അദ്ദേഹം പിടിച്ച് തിരിച്ച് മേഘനാഥന്റെ നേരെ തന്നെ എറിയുകയുണ്ടായി. ആ ശൂലം ശരിക്കും ഹൃദയത്തിലാണ് ചെന്നുകൊള്ളുന്നത്. ലക്ഷ്യം അത്രയും പിഴയ്ക്കാത്തതും പ്രയോഗം ശക്തിയോടുകൂടിയതുമായിരുന്നു. കുറേ വട്ടം കറങ്ങി അയാൾ താഴെ വീണു. അദ്ദേഹത്തിന്റെ കാലടികൾ കൂട്ടിപ്പിടിച്ച് അതിശീഘ്രഗതിയിൽ ചുഴറ്റി നിലത്തെറിഞ്ഞു. ഇനി പറയൂ, ഞാൻ വൃദ്ധനാണോ? എനിക്ക് യൗവനത്തിന്റെ ശക്തിയുണ്ടോ? അല്ല, വാർദ്ധക്യത്തിന്റെ ദുർബലതയാണോ ഉള്ളത്? തീരുമാനിക്കൂ. ജാംബവാൻ മേഘനാഥനെ വെല്ലുവിളിച്ചു. മേഘനാഥൻ വളരെ വിഷമിച്ച് എഴുന്നേറ്റ് വെച്ചുവെച്ച് നടന്നു. തലേദിവസം വിളമ്പിയ പ്രകാരം യുദ്ധം നയിക്കാൻ കഴിഞ്ഞില്ല. അച്ഛന്റെ മുമ്പിൽ ചെന്ന് മുഖം കാണിക്കാൻ അവൻ നാണിച്ചു. അവൻ നേരെ നിക്കുന്തില എന്ന ആരാമത്തിലേക്കാണ് പോയത്. വിഭീഷണന്റെ 4 അമാത്യന്മാർ അവർ ശത്രുനായകന്മാരുടെ നീക്കങ്ങളെ ശ്രദ്ധിക്കുകയായിരുന്നു. ഇതിനെപ്പറ്റി അറിയാനുണ്ടായിരുന്നു. അവൻ ഈ വിവരം വിഭീഷണനെ അറിയിച്ചു. വിഭീഷണൻ രാമന്റെ സമീപം ചെന്നു പറഞ്ഞു, സ്വാമി, ഞാനിപ്പോൾ ഒരു വർത്തമാനം കേട്ടു. മേഘനാഥൻ ദുഷ്ടശക്തികളെ പ്രസാദിപ്പിക്കാനുള്ള ദുഷ്ടയജ്ഞം ചെയ്യാൻ പോവുകയാണ്.
അവനത് പൂർത്തിയാക്കുകയാണെങ്കിൽ അവനെ പരാജയപ്പെടുത്തുവാൻ വളരെ പ്രയാസമായിരിക്കും. അതുകൊണ്ട് അത് തടയണം. രാമൻ ആലോചിച്ചു. അവിടുന്ന് ഹനുമാനെയും അംഗദനെയും വരുത്തി പറഞ്ഞു, സഹോദരന്മാരെ, പോകൂ, മേഘനാഥൻ ചെയ്യുന്ന യജ്ഞം മുടക്കൂ. അദ്ദേഹം ലക്ഷ്മണന്റെ നേരെ തിരിഞ്ഞിട്ടു പറഞ്ഞു, ലക്ഷ്മണാ, നീ യുദ്ധക്കളത്തിൽ അവനെ തോൽപ്പിക്കണം. അവന്റെ അധർമ്മപ്രവർത്തനങ്ങളെക്കൊണ്ട് ദേവന്മാർ വളരെ ദുഃഖിക്കുന്നുണ്ട്. അദ്ദേഹം ഇതു പറഞ്ഞു തീരുന്ന താമസം വിഭീഷണൻ, സുഗ്രീവൻ, ഹനുമാൻ ഈ മൂവരും വലിയ വാനരസൈന്യത്തോടുകൂടി ലക്ഷ്മണനെ സഹായിക്കാനായി അനുഗമിച്ചു. ലക്ഷ്മണൻ വില്ലും എന്നും നിറഞ്ഞു കാണുന്ന തുണീരവുമായി തയ്യാറായി. രാമപാദങ്ങളിൽ പ്രണമിച്ച ശേഷം ഹൃദയത്തിൽ രാമനെ പ്രതിഷ്ഠിച്ചുകൊണ്ട് താവളത്തിൽ നിന്നും പുറത്തിറങ്ങി. അംഗദൻ, നളൻ, നീലൻ തുടങ്ങിയ സൈന്യനായകന്മാരും ഹനുമാനെ അനുഗമിച്ചു. അവർ നിക്കുംബിലാരാമത്തിലെത്തിയപ്പോൾ യജ്ഞം തുടങ്ങിക്കഴിഞ്ഞിരുന്നു. യജ്ഞാഗ്നിയിൽ പോത്തിന്റെ മാംസവും രക്തവും ഹോമിക്കുകയായിരുന്നു. അവർ അത് മുടക്കാൻ ശ്രമം ആരംഭിച്ചു. മേഘനാഥൻ യജ്ഞം നിർത്തിയില്ല. അദ്ദേഹം ദേവതകളെ പ്രസാദിപ്പിക്കാൻ ചൊല്ലിയിരുന്ന മന്ത്രങ്ങൾ അവർ അനുകരിച്ച് കളിയാക്കി ഉറക്കെ ചൊല്ലി. അതുകൊണ്ടൊന്നും പുരോഹിതന്മാർ കർമ്മം നിർത്തിയില്ല. ക്രോധാവിഷ്ടരായ വാനരന്മാർ യജ്ഞസ്ഥലത്തേക്ക് പാഞ്ഞുകയറി. മേഘനാഥന്റെ മുടിക്കു പിടിച്ച് നിലത്തു വലിച്ചിട്ട് ചവിട്ടി. മേഘനാഥൻ തൃശൂലം കൈയിലെടുത്ത് അവരുടെ മേൽ ചാടി വീണു. അംഗദനും ഹനുമാനും അവനെ ആക്രമിച്ചു. അവരെ മേഘനാഥൻ ശൂലം കൊണ്ടടിച്ചു. അതിശക്തിയുള്ള ആ അടിയേറ്റ് രണ്ടുപേരും നിലത്തു വീണു. അവരുടെ രക്ഷയ്ക്കായി ലക്ഷ്മണൻ ഓടിയെത്തി. ആ ഭയങ്കരമായ തൃശൂലം അദ്ദേഹം രണ്ടായി ഖണ്ഡിച്ചു. അംഗദനും ഹനുമാനും പെട്ടെന്ന് ബോധം വന്നു. അവരുടെ സർവ്വശക്തിയും ഉപയോഗിച്ച് മേഘനാഥനെ അടിച്ചു. എന്നിട്ടും രാക്ഷസൻ അസ്തവീര്യനായില്ല. ആ ആഘാതത്തിന്റെ ഒരു ലക്ഷണവും അവൻ കാണിച്ചില്ല. മൃത്യുദേവനെപ്പോലെ ലക്ഷ്മണൻ അവന്റെ ശരീരത്തിൽ മാരകാസ്ത്രങ്ങൾ വർഷിച്ചു. ഓരോന്നും ഇടിവെട്ടുംപോലെ അവനെ ആക്രമിച്ചു. അതുകൊണ്ട് ഇന്ദ്രജാലം ഉപയോഗിച്ച് മേഘനാഥൻ അദൃശ്യനായി. അവൻ അസാധാരണമായി പല രൂപങ്ങളും കൈക്കൊണ്ടു രക്ഷപ്പെട്ടു. ഒടുവിൽ ലക്ഷ്മണന്റെ ക്ഷമ നശിച്ചു. അദ്ദേഹം വില്ലിൽ പവിത്രങ്ങളായ അസ്ത്രങ്ങൾ തൊടുത്തു. അവയിൽ രാമന്റെ പ്രാബല്യവും ഗാംഭീര്യവും ആവാഹിച്ച് അവസാനത്തിൽ അവനേതു രൂപത്തിലായാലും അവന്റെ ഹൃദയം ലക്ഷ്യമാക്കി രാമലക്ഷ്മണന്മാരുടെ രൂപമുണ്ടായിരുന്നു. മേഘനാഥന്റെ ഹൃദയത്തിൽ അംഗദനും ഹനുമാനും വിഭീഷണനും അദ്ദേഹത്തിന്റെ ആ മരണരീതിയെയും അദ്ദേഹത്തിന്റെ ധീരതയെയും പുകഴ്ത്തുകയുണ്ടായി. ഹനുമാൻ മേഘനാഥന്റെ ജഡം ചുമലെടുത്തുകൊണ്ടുപോയി ലങ്കാനഗരത്തിന്റെ കവാടത്തിൽ കിടത്തി തിരിച്ചുപോന്നു. ലക്ഷ്മണൻ രാമന്റെ അടുത്തെത്തി അദ്ദേഹത്തിന്റെ പാദങ്ങളിൽ നമസ്കരിച്ചു. അദ്ദേഹത്തിന്റെ വിജയത്തിൽ രാമൻ സംതൃപ്തനായി. നിക്കുഞ്ചില ഉദ്യാനത്തിലുണ്ടായ സംഭവങ്ങളുടെ വിവരണം ശ്രദ്ധിച്ചു. രാമൻ അനുജനെ വളരെ വാത്സല്യത്തോടെ ഓമനിച്ചു. 27 പാതാളം. വിഭീഷണൻ, ഹനുമാൻ, നളൻ, നീലൻ തുടങ്ങിയവരെ രാമൻ ആശ്ലേഷിച്ച് അവരെ ദിവ്യസ്പർശം കൊണ്ട് രോമാഞ്ചകഞ്ചകിതരാക്കി. രാമസ്പർശനം അനുഭവിച്ചപ്പോൾ അവരെ ക്ലേശിപ്പിച്ചിരുന്ന വേദന ഉടനില്ലാതായി. ശരീരത്തിലേറ്റ മുറിവുകൾ ഉണങ്ങി. രാമന്റെ സംതൃപ്തവദനം കണ്ട വാനരന്മാർ ആനന്ദതുന്തിലരായി. രാമന്റെ കരുണാർദ്രമായ കടാക്ഷം വാനരന്മാരിൽ പതിഞ്ഞു. ഇതിനിടയിൽ മേഘനാഥന്റെ പത്നി സുലോചന ഭർതൃചരമത്തെ സംബന്ധിച്ച വാർത്ത തോഴിമാരിൽ നിന്നും അറിഞ്ഞു. ഇതുവരെ ഞാൻ വിശ്വസിച്ചിരുന്നത് ഈ നിസ്സാരകാര്യം മേഘനാഥനോ കുംഭകർണനോ നിർവഹിക്കാവുന്നത് ഉള്ളൂ എന്നായിരുന്നു. എന്നാൽ ഇപ്പോൾ അവരുടെ പരാക്രമത്തിന്റെ പരാജയം എന്റെ സ്വന്തം കണ്ണുകൾ കൊണ്ട് കാണുകയുണ്ടായി. വാനരന്മാരുടെ ആക്രമണങ്ങൾക്കിരയായി മേഘനാഥൻ എന്നോർത്ത് ഞാൻ ലജ്ജിക്കുന്നു. വാനരന്മാരാൽ ഹനിക്കപ്പെട്ടവർക്ക് എങ്ങനെ വീരന്മാരാണെന്ന് അവകാശപ്പെടാൻ കഴിയും? രാവണൻ സുലോചനയെ സമാശ്വസിപ്പിക്കാൻ ശ്രമിച്ചു. ബഹുമാനയായ പുത്രപത്നി, ദുഃഖമുപേക്ഷിക്കൂ. ഞാൻ പ്രതികാരം ചെയ്യും. 2 നാഴികയ്ക്കുള്ളിൽ ഞാൻ നിനക്ക് ആശ്വാസം അരുളും. നിനക്ക് പടക്കളത്തിൽ എന്റെ ഭയങ്കരമായ പരാക്രമം ദർശിക്കാം. നിന്റെ ഭർത്താവിന്റെ മരണത്തിന് കാരണക്കാരായവരുടെ ശിരസ് ഞാൻ പറിച്ച തുത്തുകൊണ്ടുവരുന്നുണ്ട്. നിസ്സംശയമായും ഇത് ചെയ്യും. ഇപ്രകാരം രാവണൻ സുലോചനയുടെ മുമ്പിൽ വെച്ച് വമ്പു പറയുകയും പുലമ്പുകയും ചെയ്തു. ക്രോധം കൊണ്ട് ജ്വലിക്കുന്ന അദ്ദേഹത്തിന്റെ നില ആകെ തെറ്റിയിരുന്നു. അദ്ദേഹത്തിന്റെ വാക്കുകൾ കേട്ട് വിവേകിയും സദ്ഗുണവതിയുമായ സുലോചന പറഞ്ഞു, അല്ലയോ ദശകണ്ഠാ, അങ്ങേക്ക് ഈ യുദ്ധം ജയിക്കാമെന്ന ആശയുടെ കണിക ഹൃദയത്തിൽ അവശേഷിച്ചിട്ടുണ്ടോ? അങ്ങ് വ്യാമോഹത്തിന്റെ അഗാധമായ അന്ധകാരത്തിൽ ആണ്ടുമുങ്ങുകയാണ്. ഞാനിതുവരെ എന്റെ വെറുപ്പും നിരാശയും വിഴുങ്ങുകയായിരുന്നു. കാരണം ഭർതൃപിതാവിനെ എതിർക്കുന്നത് ശരിയല്ല എന്നെനിക്ക് തോന്നി. ഈ കാര്യത്തിൽ അങ്ങയെ പറഞ്ഞു ബോധ്യപ്പെടുത്താനുള്ള ശ്രമവും നിഷ്പ്രയോജനമാണ്. ഈ രാജ്യത്തിലെ രാക്ഷസന്മാരുടെ മുഴുവൻ നാശത്തിനും കാരണമായിട്ടുള്ളത് അങ്ങയുടെ ക്രോധമാണ്.
ഞാനിത് അങ്ങയോട് പറയട്ടെ, ഈ യുദ്ധം ജയിക്കുവാൻ അങ്ങയ്ക്ക് സാധ്യമല്ല. ഇത് സത്യമാണ്, അവിതർക്കിതമായ സത്യം. സുലോചനക്ഷണം എഴുന്നേറ്റു വിലപിച്ചുകൊണ്ട് രാജ്ഞിയും മേഘനാഥന്റെ മാതാവുമായ മണ്ഡോദരിയുടെ മുറിയിലേക്ക് പോയി. അവൾ ഭർത്തൃമാതാവിന്റെ പാദങ്ങളിൽ നമസ്കരിച്ചുകൊണ്ട് പറഞ്ഞു, ഈ വിപത്തെല്ലാം വരുത്തിവെച്ചത് വേദിയുടെ ഭർത്താവു മാത്രമാണ്, മറ്റാരുമല്ല. ഈ പാപത്തിൽ നിന്നും രക്ഷപ്പെടാൻ അങ്ങേക്കും സാധ്യമല്ല. അത് ഇന്നോ നാളെയോ സംഭവിക്കുന്നതാണ്. അവളുടെ വ്രണിതഹൃദയത്തിൽ നിന്നും പരുഷവും ക്രൂരവുമായ വാക്കുകളാണ് പുറപ്പെട്ടത്. രാവണന്റെ ദുരാഗ്രഹങ്ങളെയും ദുർവൃത്തികളുടെ നേരെയുള്ള ദുരഭിമാനത്തെയും പറ്റി ആലോചിച്ചപ്പോൾ അവൾക്കും മനോവേദനയുണ്ടായി. സുലോചനയുടെ വാക്കുകളുടെ രൂക്ഷമായ സത്യവസ്ഥ മനസ്സിലാക്കി അവർ വിലപിച്ചു. ആ രണ്ട് സ്ത്രീകളും വളരെ നേരത്തോളം നിശബ്ദരായിരുന്നു. ഒടുവിൽ രാമന്റെ നന്മകളെയും വൈശിഷ്ട്യങ്ങളെയും സീതയുടെ ക്ഷമയെയും ചാരിത്രത്തെയും സംബന്ധിച്ചെല്ലാം അവർ അന്യോന്യം വിവരിച്ചു. ആ ദിവ്യപുരുഷന്റെ ഒരു ദർശനം ലഭിച്ചിരുന്നെങ്കിൽ ജീവിതം വിലയുള്ളതായിത്തീരുമായിരുന്നെന്ന് അവർ സ്വയം പറഞ്ഞു. ഭർതൃചരമത്തിൽ വിഷമിക്കുന്ന സുലോചനയുടെ പ്രാണവേദന കണ്ടുനിൽക്കാൻ രാവണന് സാധിച്ചില്ല. അവളുടെ വാക്കുകൾ കൂർത്തതും മൂർത്ത ആണിക്കലെന്നപോലെ അദ്ദേഹത്തിന്റെ ഹൃദയത്തിൽ തറച്ചു. ഉജ്ജ്വലപ്രതാപനും സ്നേഹസമ്പന്നനുമായ പുത്രന്റെ നഷ്ടത്തിൽ അദ്ദേഹം നിരാശയിൽ നിലത്തുവീണ് തലതല്ലിക്കരഞ്ഞു. അവിടെ നിന്നും എഴുന്നേറ്റ് അദ്ദേഹത്തിന്റെ പ്രിയപ്പെട്ട ക്ഷേത്രത്തിലുള്ള ശിവവിഗ്രഹത്തിന്റെ മുമ്പിൽ തന്റെ യാതനകളെല്ലാം വെളിപ്പെടുത്തി. ഇതിനിടയിൽ രാവണന്റെ മന്ത്രിമാർ അവിടെയെത്തി. അല്ലയോ രാജാവേ, അങ്ങ് എന്തിനാണ് വെറുതെ ഇങ്ങനെ ദുഃഖിക്കുന്നത്? നമ്മൾ അമിതമായി സ്നേഹിക്കുന്ന പുത്രന്മാർ, ഭാര്യമാർ മുതലായവരെല്ലാം തെളിത കാർമേഘത്തിന്മേൽ പ്രകാശം വീശുന്ന മിന്നൽപ്പിണർ പോലെയാണ്. അവർ വരുകയും പോകുകയും ചെയ്യും. ജീവിതം ഒരു മിന്നലാട്ടമാണ്. അത് നിലനിൽക്കുകയില്ല. ഇത് പൂർണ്ണമായി മനസ്സിലാക്കാതെ അങ്ങ് അജ്ഞതയിൽ ആണ്ടുകിടക്കുന്നതും അവരുടെ നഷ്ടത്തെപ്പറ്റി വിലപിക്കുന്നതും ശരിയല്ല. ഭാവി പ്രവർത്തനങ്ങൾ ആസൂത്രണം ചെയ്യേണ്ട അവസരമാണ് ഇപ്പോൾ. നമ്മുടെ പടിക്കൽ നിന്നും ശത്രുക്കളെ തുരത്താനുള്ള തന്ത്രങ്ങൾ ആലോചിച്ച് തീരുമാനിക്കാനും അടിയന്തര പ്രവർത്തനത്തെ അനുസ്മരിപ്പിക്കാനും ശ്രമിച്ചു. ഒടുവിൽ രാവണൻ അവന്റെ 20 കൈകളും കൂപ്പി ഭക്ത്യാദരങ്ങളോടെ ക്ഷേത്രത്തിൽ നമസ്കരിച്ചു. ഭൂമിയിൽ ഉപരിതല വിഭാഗത്തിൽ ഇപ്രകാരം നടന്നുകൊണ്ടിരുന്നപ്പോൾ അധോലോകത്തിൽ പാതാളത്തിൽ ജീവിക്കുന്ന അഹിരാവണൻ രാവണൻ വലിയ ദുഃഖഭാരതുകൊണ്ട് വിഷമിക്കുകയാണെന്നറിഞ്ഞു. അവൻ ചിന്തിച്ചു, ഇതെങ്ങനെ വന്നു? അദ്ദേഹത്തിന്റെ നിയന്ത്രണത്തിലും പിടിയിലുമാണ് ലോകങ്ങളെല്ലാം. ആർക്കും അദ്ദേഹത്തെ തോൽപ്പിക്കാൻ കഴിയുകയില്ല. അഹിരാവണന്റെ ഉപാസനാമൂർത്തി കാമദാദേവിയായിരുന്നു. അവൻ മറ്റാരെയും ആരാധിച്ചിരുന്നില്ല. ഉടനെ അവൻ ഇഷ്ടദേവതയെ ധ്യാനിച്ചു. ദേവി തന്റെ ഭക്തൻ ആ സമയത്ത് രാവണൻ സ്ഥിതി ചെയ്യുന്ന സ്ഥലം വെളിപ്പെടുത്തിക്കൊടുത്തു. അതുകൊണ്ട് ശിവക്ഷേത്രത്തിൽ വച്ച് രാവണന്റെ മുമ്പാകെ ചെല്ലാൻ അഹിരാവണന് കഴിഞ്ഞു. അവൻ രാവണന്റെ പാദങ്ങളിൽ നമസ്കരിച്ചു. അത് ചെയ്യുമ്പോൾ തന്റെ പേർ വെളിപ്പെടുത്തുകയും ചെയ്തു. രാവണന്റെ മറ്റൊരു മകനായിരുന്നു അഹിരാവണൻ. അച്ഛനിങ്ങനെ അധീരനായതെന്താണെന്ന് മകൻ അന്വേഷിച്ചു. ശൂർപ്പണഖയുടെ മൂക്കും കാതും രാമലക്ഷ്മണന്മാർ അരിഞ്ഞതതു കൊള്ളുകഥകൾ രാവണൻ അവനു വിവരിച്ചുകൊടുത്തു. ഈ വിവരണം കേട്ടപ്പോൾ അഹിരാവണന് ദുഃഖം തോന്നി. അവൻ പറഞ്ഞു, ലോകത്തിൽ ധർമ്മമാർഗം എല്ലാവരും ആദരിക്കുന്നു. ആ മാർഗത്തിൽ നിന്നും വ്യതിചലിച്ച് അധാർമികപദം അവലംബിക്കുമ്പോഴാണ് ഹൃദയത്തിൽ ഭയം കടന്നുവരുന്നത്. കഴിഞ്ഞതും വരാനിരിക്കുന്നതുമായ യാതൊന്നും ശ്രദ്ധിക്കാതെ, സംഭവിക്കാൻ സാധ്യതയുള്ളതിനെപ്പറ്റിയൊന്നും ചിന്തിക്കാതെ അങ്ങ് ഈ ബുദ്ധിശൂന്യവും മാരകവുമായ യുദ്ധത്തെ ആമഗ്നനായിരിക്കുകയാണ്. ഇതിന്റെ ഫലമായി അങ്ങ് സ്വഗോത്രത്തെയും വംശത്തെയും നശിപ്പിച്ചിരിക്കുന്നു. മനുഷ്യനിൽ സുപ്താവസ്ഥയിൽ സ്ഥിതി ചെയ്യുന്ന ശക്തിയെയും വീര്യത്തെയും അങ്ങ് അറിയുകയില്ല. അവരിൽ ഏറ്റവും വലിയവരെ അങ്ങ് ഏറ്റവും ചെറിയവരായി ഗണിച്ചിരിക്കുന്നു. എന്നാലും ഞാൻ അങ്ങയോട് ഇപ്പോൾ ഒരു കാര്യം പറയാൻ ആഗ്രഹിക്കുന്നു. ഞാൻ രാമനെയും ലക്ഷ്മണനെയും പിടിച്ച് എന്റെ ഒപ്പം പാതാളത്തിലേക്ക് കൊണ്ടുപോകാം. ഞാൻ അവരെ കാമദാദേവിക്ക് ബലിയർപ്പിക്കുകയും ചെയ്യാം. അതുവഴി രാക്ഷസമാർക്ക് വമ്പിച്ച കീർത്തിയുണ്ടാക്കുകയും ചെയ്യാം. ഈ വാക്കുകൾ പറഞ്ഞ ശേഷം അവൻ രാവണന്റെ മുമ്പിൽ ദണ്ഡനമസ്കാരം ചെയ്തു. കാമദാദേവിയെ വന്ദിച്ച് അനന്തരം രാമന്റെ താവളത്തിലേക്ക് പ്രവേശിച്ചു. പ്രകൃത്യതീതമായ ശക്തികൊണ്ട് അയാൾ എല്ലായിടത്തും അന്ധകാരം പരത്തി. ആർക്കും സ്വന്തം കൈത്തലം തന്നെ കാണാൻ കഴിഞ്ഞില്ല, അത്രയ്ക്ക് കട്ടിയായിരുന്നു ചുറ്റുമുള്ള അന്ധകാരം. വാനരന്മാർ താവളത്തിൽ വളരെ ജാഗ്രത പാലിച്ചിരുന്നു. മരണം പോലും അവിടെ കടന്നുവരാൻ ധൈര്യപ്പെട്ടിരുന്നില്ല. കാവൽക്കാരൻ ഹനുമാൻ തന്റെ വാലിന് നീളം കൂട്ടി. അതുകൊണ്ട് താവളം പലവട്ടം ചുറ്റി. ഒടുവിൽ വാൽച്ചുരുളുകൾ ഒന്നിന്റെ മേലെ ഒന്ന് എന്ന നിലയിൽ ഒരു വലിയ ഉയർന്ന മതിൽക്കെട്ടായിത്തന്നെ പരിണമിച്ചു. മലനിരയുടെ വലിപ്പവും ശക്തിയുമുണ്ടായിരുന്നു അതിന്. ഈ അഭേദ്യമായ കോട്ടയുടെ ഏകപ്രവേശനമാർഗത്തിൽ ഹനുമാൻ ജാഗ്രതയോടെ കാവലിരുന്നു. അഹിരാവണൻ ഈ വാൽക്കോട്ട കണ്ട് വല്ലാതെ ഭയപ്പെട്ടു. ഈ പ്രതിരോധം മറികടക്കാൻ ഒരു തന്ത്രവും അവന് തോന്നിയില്ല. പെട്ടെന്നവന്റെ ബുദ്ധിയിൽ ഒരാശയമുദിച്ചു.
അവൻ വിഭീഷണന്റെ രൂപം ധരിച്ച് പ്രവേശനദ്വാരത്തിൽ ഹനുമാനെ ചെന്നു കണ്ടു. അവൻ അദ്ദേഹത്തോടു പറഞ്ഞു, സ്നേഹിതാ, എനിക്ക് രാമസന്നിധിയിൽ ലേക്കൊന്നു പോകേണ്ടതുണ്ട്. അവിടുത്തെ അംഗീകാരത്തോടെ ഞാൻ താമസസ്ഥലത്തിനു പുറത്ത് പ്രാർത്ഥനയും സന്ധ്യാകർമ്മങ്ങളും ചെയ്യാൻ പോയതായിരുന്നു. ഞാൻ അതെല്ലാം ചെയ്തു കഴിഞ്ഞിരുന്നു. താമസസ്ഥലത്ത് മടങ്ങിയെത്തിയില്ലെങ്കിൽ അവിടുത്തെ ആജ്ഞ അനുസരിച്ചില്ലെന്ന പാതകത്തിന് പാത്രമായിത്തീരും. അതുകൊണ്ട് താമസസ്ഥലത്തിൽ കടക്കാൻ എന്നെ അനുവദിക്കണം. വിഭീഷണനിൽ നിന്ന് ഒട്ടും വ്യത്യസ്തമല്ലാത്ത രൂപവും ശബ്ദവും കണ്ട് വിശ്വസിച്ചുപോയ ഹനുമാൻ അവനെ താമസസ്ഥലത്ത് കടക്കാൻ അനുവദിച്ചു. പകൽ നടത്തിയ കടുത്ത പോരിന്റെ ഫലമായി തളർന്നുപോയ നളനും നീലനും സുഗ്രീവനും ഗാഠനിദ്രയിലായിരുന്നു. ലക്ഷ്മണന്റെ കൈപിടിച്ചുകൊണ്ട് രാമനും ഉറങ്ങുകയായിരുന്നു. രാമനെ സമീപിക്കുന്ന കള്ളവിഭീഷണനെ അവിടുന്ന് അറിയാതിരുന്നില്ല. ലീലയായ മാനവരൂപത്തിന്റെ ചട്ടക്കൂടിൽ അവതരിച്ചതായിരുന്നുവല്ലോ അദ്ദേഹം. രാക്ഷസവംശത്തെ സമൂലം നശിപ്പിക്കുകയും അവരെ ഭൂമധ്യത്തിൽ നിന്ന് തുടച്ചുമാറ്റുകയുമായിരുന്നു അവതാരത്തിന്റെ ഉദ്ദേശവും. രാവണന്റെ സന്താന പരമ്പരയിൽപ്പെട്ടവർ പാതാളത്തിൽ അവശേഷിക്കുകയാണെങ്കിൽ അദ്ദേഹത്തിന്റെ ജോലി അപൂർണമായിത്തീരുകയും ചെയ്യും. അതുകൊണ്ട് അഹിരാവണൻ ഉപയോഗിച്ച സൂത്രം താനറിഞ്ഞിട്ടില്ലെന്ന് അവിടുന്ന് അഭിനയിച്ചു. മറ്റുള്ളവർക്ക് അവതാരത്തിന്റെ മാർഗ്ഗങ്ങൾ മനസ്സിലാക്കാൻ കഴിയുകയില്ല. ഒരാളെ വകവരുത്തുകയാണെങ്കിൽ അത് എവിടെ വെച്ച്, എപ്പോൾ, ഏതു മാർഗ്ഗത്തിൽ കൂടി എന്നെല്ലാം രാമനറിയാം. തന്റെ സ്വന്തം രീതിയിലാണ് തന്റെ നാടകം അവിടുന്ന് അഭിനയിക്കുന്നത്. ആ രാക്ഷസൻ മോഹനമന്ത്രം ഉച്ചരിച്ചു. ആരെ വേണമെങ്കിലും ബോധരഹിതമാക്കുകയും മോഹാലസ്യപ്പെടുത്തുകയും ചെയ്യാനുള്ള ശക്തി ഈ മന്ത്രത്തിനുണ്ട്. ഇതിന്റെ ഫലമായി വാനരന്മാരുടെ നിദ്രയ്ക്ക് ശക്തി കൂടി. അനന്തരം അവൻ രാമലക്ഷ്മണന്മാരെ ബന്ധിച്ച് പാതാളത്തിലേക്ക് കൊണ്ടുപോയി. കുറച്ചു കഴിഞ്ഞപ്പോൾ വാനരന്മാർ ഉണർന്നു ചുറ്റും നോക്കിയപ്പോൾ രാമലക്ഷ്മണന്മാരെ കാണാത്തതുകൊണ്ട് അവർ ഉത്കടമായി സംഭ്രമിച്ചു. അവർ ഉറങ്ങിക്കിടന്ന സ്ഥലം ഒരു വലിയ കുഴിയായി മാറിയിരുന്നു. താവളം മുഴുവൻ വിലാപവും ഞരക്കങ്ങളും കൊണ്ട് നിറഞ്ഞു. ചന്ദ്രനില്ലാത്ത ആകാശം പോലെയും വെള്ളമില്ലാത്ത താമരമുട്ടുകളെപ്പോലെയും പരമകഷ്ടാവസ്ഥയിലായിരുന്നു വാനരന്മാർ.